Radio C. Our campus, our voice. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയെ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലച്ചെണ്ടിലോരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീതോരോ മോഹം, ഓരോ വർണ്ണം ആരാരോ പാടുവതാതെ നീഹാരാർദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇന്നിനിയ ജീവിതം, പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം. It's a new world out there. ഹലോ ചേതന, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മളോടൊപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥയെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം രന്യ മിസ്സാണ്. മിസ്സിനെ കേട്ട് നമുക്ക് തിരിച്ചു വരാം. പ്രകൃതിയെ ചേർത്തു പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. മനുഷ്യനിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ. ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ഒന്നായി കാണാനും കരുണയുള്ളവരായിരിക്കാനും ഭൂമി മനുഷ്യന് മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലും ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നു. ബഷീർ എന്ന പ്രപഞ്ച സാഹിത്യകാരനെ ഈ കഥ അടയാളപ്പെടുത്തുന്നു. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഭൂമിയുടെ അവകാശികൾ ഗോളത്തിൽ ചിരിപ്പിടിയോളം ഭാഗത്തിന്റെ ആജീവനാന്ത അവകാശിയായി തീർന്നതോടെ ഭാവി ജീവിതം സുരക്ഷിതമായി എന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ചു. സംഭവം 2 ഏക്കർ തെങ്ങും പറമ്പാണ്. നന്നാക്കി സ്റ്റൈലാക്കാൻ കഴിയുന്ന ഒരു പഴയ വീടുമുണ്ട്. തേങ്ങ വിറ്റ് എല്ലാ ജീവിതാവശ്യങ്ങളും നേടാം. കുറെ മാവുകളും 2 വരിക്കപ്ലാവുമുണ്ട്. വീട്ടാവശ്യത്തിനുള്ള വിറക് പറമ്പിൽ നിന്ന് കിട്ടും. പുരാതനമായ ഒരു കിണറുമുണ്ട്. നല്ല വെള്ളം സുലഭം, മിനറൽ വാട്ടർ. ആകെ കൂടി ജീവിതം പരമസുഖമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്തു പറയാൻ, ഭൂഗോളത്തിന്റെ ചിരിപ്പിടിയോളം കഷ്ണം വാങ്ങിയ വില മുഴുവനും തീരാധാരത്തിൽ കാണിച്ചതിനാൽ ഭീമമായ സംഖ്യയ്ക്ക് മുദ്രപത്രങ്ങൾ വാങ്ങേണ്ടി വന്നു. അതായത് വലിയൊരു സംഖ്യ നിലവിലുള്ള ഗവൺമെന്റിന് കൊടുത്തു എന്നർത്ഥം. ഭൂവുടമയ്ക്ക് ഗവൺമെന്റ് എല്ലാവിധ സംരക്ഷണവും നൽകേണ്ടതല്ലേ? വീട്ടുനികുതിയും പറമ്പിന്റെ നികുതിയും കൊടുക്കുന്നുണ്ട്. തീപിടിച്ച വിലയ്ക്കു വാങ്ങിയ കഷ്ണം ഭൂമിയുടെ എല്ലാ ഉടക്കുകളും തീർത്തിട്ടുണ്ട്. മുന്നാധാരങ്ങളെല്ലാം സഭദ്രം പെട്ടിയിലിരിക്കുന്നു. ഭൂഗോളത്തിലെ ഈ 2 ഏക്കർ സ്ഥലത്തിന്റെ ക്ഷീരപഥത്തിലോ സൗരയൂഥത്തിലോ അണ്ഡകടാഹത്തിലോ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും തന്നെ യാതൊരു അവകാശവുമില്ല. ഈ സംഗതി നാടുഭരിക്കുന്ന ഗവൺമെന്റ് ഉറപ്പു തന്നിട്ടുള്ളതുമാണ്. എന്നാൽ ഇവിടെ തെങ്ങുകളും മാവുകളും പ്ലാവുകളും മാത്രമല്ല, പേരകളും കശുമാവുകളും മുരിങ്ങകളും പുളികളും പപ്പായകളും സപ്പോട്ട മരങ്ങളുമുണ്ട്. പിന്നെ ആറ്റമരങ്ങളും റുമാൻ മരങ്ങളും കൂടാതെ തേക്കുകളും പൈൻ മരങ്ങളുമുണ്ട്. ഗോൾഡൻ ചെമ്പകവുമുണ്ട്. മാങ്കോസ്റ്റൈൻ വൃക്ഷങ്ങളും. മുറ്റത്തിന്റെ അതിരുകളിൽ പൂച്ചെടികൾ, പനിനീർ ചെമ്പകങ്ങൾ, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മറ്റു ചെടികൾ. എല്ലാറ്റിനെയും ഉൾക്കൊള്ളിച്ച് 2 ഏക്കർ പറമ്പിന്റെ 4 വശവും ഭദ്രമായി മുള്ളുവേലി കെട്ടിച്ചിട്ടുണ്ട്. അടച്ചുറപ്പുള്ള ഇരുമ്പ് ഗേറ്റും. ഗേറ്റിന്റെ 2 വശവും വെള്ളയും ചുവപ്പുമായി പുഷ്പിച്ചു പന്തലിച്ചു നിൽക്കുന്ന ബോഗൻവില്ല. ഗേറ്റു മുതൽ മുറ്റമാകെ വെള്ളമണൽ. പറമ്പിനും വീടിനും മറ്റും പൊതുകാവൽക്കാരനായി ഒരു ഉശിരൻ നായയുമുണ്ട്, ഷാൻ എന്ന പേരിൽ. പിന്നെ ആശ്രിതരായ കോഴികൾ, പശുക്കൾ, ആടുകൾ, പൂച്ചകൾ. ഇവരെല്ലാവരുമായി ഒത്തൊരുമയോടെ കഴിഞ്ഞുവരുന്നു. മക്കളുടെ മക്കളും ഭാര്യയുമുണ്ട്. എല്ലാവരുടെയും സുഖസമ്പൂർണമായ സുരക്ഷിത ജീവിതം തേങ്ങകളെ ആശ്രയിച്ചാണ്. തേങ്ങകൾ, മനസ്സിലായോ? തേങ്ങകൾ, അതാണ് കഥ. ഭൂമിയുടെ അവകാശികൾ എന്ന കഥ ഇങ്ങനെ തുടരുന്നു. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും ഒന്നായി കാണാനും ഭൂമി മനുഷ്യന് മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലും ഈ കഥ നമ്മോട് പറയുന്നു. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കഥയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ കേട്ടത്. പരിസ്ഥിതി ദിനാചരണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് RJ അഭിരാമി. ടാറ്റ ബൈ ഫ്രം റേഡിയോ സി.
Radio C. Our campus, our voice.